ഹലോ ഗൈസ്, ഞാൻ പ്രദീപ് വട്ടിയിൽ. എൻ്റെ വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇലക്ട്രിക് വർക്കിൻ്റെ ഏതാണ്ട് 90% ഫസ്റ്റിലത്തെ നില വർക്ക് റെഡി ആയിട്ടുണ്ട്. പൈപ്പിംഗ് എല്ലാം ചെയ്ത് തുടങ്ങി. നമ്മൾ ഏതാണ്ട് 90% വർക്ക് തീർന്നിട്ടുണ്ട് താഴത്തെ നിലയിൽ. അപ്പം നമ്മളൊരു ടി വി, ഇത് ഇലക്ട്രിക്കൽ, ഇത് എ സിക്ക് വേണ്ടിയുള്ള ടി വി ഫസ്റ്റ് ഫ്ലോർ. ഇത് നമ്മളെ സോക്കറ്റ്, ലൈറ്റ്, ഹീറ്റർ, അതിനുള്ള ടി വി കണ്ട 90% പൈപ്പിംഗ് കഴിഞ്ഞു. അന്തമിട്ടൊരു വില്ലയാണ്. ഇതിൽ ഈ റൂമിൽ കണ്ട, ഈ റൂം ക്ലയൻറ്റ് പറയുന്നത് ഇത് മിനി തിയേറ്ററാണെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ഈ കാണുന്ന പൈപ്പുകളെല്ലാം സ്പീക്കർ വരും. മൊത്തം സ്പീക്കർ വരും അവിടെ എല്ലാം. കണ്ടോ, സ്പീക്കർ വരും. കണ്ടോ, ഇവിടെയാണ് സ്ക്രീൻ. ഈ സ്ക്രീൻ മുകളിലാണ് വരുന്നത്. അതിൻ്റെ താഴത്തെയാണ് കംപ്ലീറ്റ് സ്പീക്കറുകളുടെ ഇടയിലാണ്. ഇതെല്ലാം വരുന്ന കൺട്രോളിങ് എല്ലാം വരുന്നത് ഇവിടെയാണ്. ഇതിനകത്താണ്, ഈ റൂമിനകത്താണ് അതിൻ്റെ കൺട്രോള്. ഇത് ഈ മുകളിലോട്ട് അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊജക്ടർ അവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അതിനുള്ള പൈപ്പുകൾ ഇട്ടിട്ടില്ല. അത് കുറച്ച് ജിപ്സം ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യും. പിന്നെ ഈ വീട്ടിൻ്റെ ഈ റൂമിൻ്റെ പണി കഴിഞ്ഞ് പൈപ്പിങ് കഴിഞ്ഞ ശേഷം 2 ഭിത്തി അവർ കണ്ടോ, ഇവിടെ ടി വിയിൽ ഇതാണ്. അപ്പം പുള്ളിക്ക് വയറൊന്നും അടി കാണുന്ന പറഞ്ഞാൽ താഴെ ടേബിളൊക്കെ ഇടുമ്പോൾ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ഇഞ്ചിൻ്റെ പൈപ്പിനകത്തൂടെയാണ് കംപ്ലീറ്റ് വയറെല്ലാം വരുന്നത്. അതുകൊണ്ട് മുകളിൽ കണ്ട കർട്ടൻ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടത്തേക്ക് സോക്കറ്റ് വെച്ചിട്ടുണ്ട്. സോക്കറ്റ് എന്ന് പറയാൻ പുള്ളിക്ക് അവിടെ മോട്ടർ വെച്ചിട്ടാണ് കർട്ടൻ വർക്ക് ചെയ്യുന്നത് റിമോട്ടിൽ. അപ്പോൾ 2 ഭിത്തി അവർ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 വാൾ പ്ലാസ്റ്റർ ചെയ്തു. ഇവിടെ എല്ലാം സോക്കറ്റുകളുണ്ട്. എ സി ബാക്കി എല്ലാ റൂമിലും ഒരു 3 റൂമിലേ ഉള്ളൂ സ്പ്ലിറ്റ് എ സി. ബാക്കിയെല്ലാം ഡക്റ്റാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഇത് ഇവിടെ ഈ റൂമിൽ 2 എ സിയാണ്. അടുത്ത കിച്ചണാണ്. കിച്ചന് അതിനകത്തുള്ള വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പിംഗ് എല്ലാം കഴിഞ്ഞ്. ഇത് കുക്കറിനുള്ളത്. പിന്നെ ഇത് ലൈറ്റിൻ്റെ പോക്കറ്റ്. അപ്പം ഒരു പൈപ്പിന് ഇടിച്ച് വെച്ചേക്കുന്നത്, ഈ പൈപ്പിന് ഇടിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിക്ക് ഇൻ്റർകോം വേണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ് ഇടിച്ച് വെച്ചേക്കുന്നത്. അതിൽ പൈപ്പ് ഇട്ടില്ല, ബോക്സ് വെച്ചേ ഉള്ളൂ. പിന്നെ അത് സ്റ്റോർ, അതിനകത്തും സോക്കറ്റുകളെല്ലാം സെറ്റ് ചെയ്തു. അതിനായിട്ട് ഇതൊരു റൂം. ആ റൂമിൻ്റെ ഒരുവിധം പണികൾ നമ്മൾ തീർത്ത് കണ്ട. വാളിൽ 2 സൈഡിലും ലൈറ്റുണ്ട്. അതിന് വേണ്ടി ജംഗ്ഷൻ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ടി വിക്കുള്ളതാണ് സെറ്റപ്പ്. ഇതിവിടെ ഒരു ലൈറ്റ്. ഇതിൻ്റെ 2 വേ കൺട്രോൾ സ്വിച്ചിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ പണി നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇടിച്ചൊക്കെ വെച്ചേ ഉള്ളൂ. കുറച്ചൊക്കെ ഇടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ബാത്റൂമിൻ്റെ പകുതി ഇടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൈപ്പിങ് തുടങ്ങിയില്ല. ഇവിടെ 2 വാഷ് ബേസിൻ വേണമെന്ന് പറഞ്ഞ പുള്ളി. അതിന് വേണ്ടി ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മളവിടെ ഇടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ മുകളിലോട്ടുള്ള ഇത് മിറർ ലാമ്പാണ്. മിറർ ലാമ്പിന് ഇടിച്ച് പൈപ്പ് ഇട്ടു. ഇനി അടുത്ത ഇത് മജ്ലിസാണ്. അപ്പോൾ ഇതിൻ്റെ കെട്ടാൻ ബാക്കിയുണ്ട്. നമ്മൾ എന്തായാലും പൈപ്പെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഇതാണ് ടി വി. ഇവിടെയാണ് പുള്ളി ടി വി ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയാണ്, ടി വിക്ക് വേണ്ടിയാണ് ഇതെല്ലാം സെറ്റപ്പുകൾ. ഇതിൽ സ്പീക്കറിൻ്റെ ലൈൻ പോകണം, എല്ലാ സെറ്റപ്പ്. സ്പീക്കറിൻ്റെ ലൈൻ പോകണം. പിന്നെ വൈഫൈ, ഇൻ്റർനെറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട് 2 അത് കർട്ടൻ വരും. അവിടെ കർട്ടൻ വരുമ്പോൾ അതിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സർക്യൂട്ടുകളും ഇതിന് വൈഫൈയും, ഇന്ത്യൻ ജിപ്സത്തിനകത്ത് വൈഫൈ വരും. അതിനുള്ള സെറ്റപ്പുകളാണ്. പിന്നെ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വർക്കിന്. ഇന്നത്തെ എൻ്റെ വർക്ക് അതുകൊണ്ട് ഇവിടെ ഞാൻ ഹെൽത്തിക്ക് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൻ്റെ പോയിൻ്റുകൾ 3 വാഷ് ബേസിനാണ്. അതിന് വേണ്ടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ഇടിച്ച് തീർന്ന് അതിൻ്റെ വേസ്റ്റ് ഇടിച്ച് പുള്ളിക്ക് അകലം വേണ്ട. വേസ്റ്റും മറ്റേ ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും എല്ലാം ഒരേപോലെ അടുത്ത് ചേർന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടിച്ചേക്കുന്നത്.
പിന്നെ ഇവിടെ നിന്ന് പറയുന്ന മുകളിലോട്ട് ഇടിക്കാണ്ട് ഇതൊന്ന് തീർത്തിട്ട് അപ്പോൾ ഉച്ചവരെ ഉള്ളെന്ന് വർക്ക്.